ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യയ്ക്കായി ഞാൻ ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. 2020 ആണ്ടിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ യുവജനവാരാഘോഷത്തോടനുബന്ധിച്ച് ഇന്ന് ഏകദിന കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുകയാണല്ലോ. ഈ കൺവെൻഷനിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ചും അസാധാരണമായ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുന്നുണ്ട് എങ്കിലും വളരെ ക്രിയാത്മകമായ പ്രോഗ്രാമുകൾ ഇക്കൊല്ലത്തെ യുവജനവാരത്തോടനുബന്ധിച്ച് നമ്മുടെ പ്രിയപ്പെട്ട യുവജനങ്ങൾ ക്രമപ്പെടുത്തിയിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ഇന്നത്തെ യുവജനവാര ഏകദിന കൺവെൻഷൻ. അതോടൊപ്പം തന്നെ നിങ്ങളേവരും അറിയുന്നത് പോലെ വരുന്ന ഞായറാഴ്ച നാളെ പ്രഭാത ആരാധന നമ്മുടെ സഭയിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിലാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ആരാധനയ്ക്ക് ശേഷം യുവജന സംഘടനയുടെ സമയത്ത് യുവജന പ്രസ്ഥാനം പ്രസിദ്ധീകരിക്കുന്ന ഓൺലൈൻ മാഗസിൻ പ്രകാശനം ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നാളെ വൈകിട്ട് 7 മണിക്ക് നമ്മുടെ സഭയിലെ യുവാക്കളും അതോടൊപ്പം തന്നെ കൊച്ചുമക്കളും ഒത്തൊരുമയോടെ ക്രമീകരിക്കുന്ന ടാലൻറ്റ് നൈറ്റ് പ്രോഗ്രാം കൃത്യം 7 മണിക്ക് തന്നെ ആരംഭിക്കുന്നതായിരിക്കും. ഇതെല്ലാ പ്രോഗ്രാമുകളും വെർച്വലായിട്ടാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സഭയിലെ മുഴുവൻ ജനങ്ങളും ഈ പ്രോഗ്രാമുകൾ വളരെ താല്പര്യത്തോടെ കാണുകയും നമ്മുടെ മക്കളെ നിങ്ങളെക്കൊണ്ടാകുന്ന വിധങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുകയും അവരെ പ്രാർത്ഥനയിൽ വഹിക്കുകയും ചെയ്യണമെന്ന് ഞാൻ കർത്തൃനാമത്തിൽ ആവശ്യപ്പെടുകയാണ്. ഇന്ന് നമ്മുടെ യുവജനവാര കൺവെൻഷൻ ആരംഭിക്കുന്നു. പ്രത്യേകിച്ചും ഈ കൺവെൻഷന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വചന പ്രഘോഷണത്തിനായി വന്നിരിക്കുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള എം ചർച്ചിലെ പുരോഹിതനായിരിക്കുന്ന പ്രവീൺ രാജ് അച്ഛൻ അവറുകളാണ്. അച്ഛൻ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മഹായിടവകയിലെ യുവ പട്ടക്കാരിൽ വളരെ പ്രഗത്ഭനായ അച്ഛന്മാരിൽ ഒരാളാണ്. അദ്ദേഹം നല്ലൊരു വാഗ്മിയാണ്, അറിയപ്പെടുന്ന കൺവെൻഷൻ പ്രസംഗകനാണ്. അതോടൊപ്പം തന്നെ ദൈവശാസ്ത്ര ചിന്തകൾ വിവിധ മുഖാന്തരങ്ങളിലൂടെ പ്രകടിപ്പിക്കുകയും ശക്തമായി തൻ്റെ പ്രഭാഷണങ്ങളിലൂടെ ദൈവജനത്തെ ശക്തീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. അച്ഛൻ എന്ന പ്രഭാഷകനായി നമുക്ക് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും പൂജപ്പുര CSI സഭയുടെ പേരിലും പൂജപ്പുര CSI യുവജന പ്രസ്ഥാനത്തിൻ്റെ പേരിലും പ്രവീൺ അച്ഛന് ഹാർദമായ സ്വാഗതം ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം നമ്മുടെ സ്നേഹം പങ്കിടുന്നു. പ്രത്യേകിച്ചും ഇന്ന് വന്ന് വചന പ്രഘോഷണം നടത്തുന്നതിലുള്ള നന്ദിയും ഞാൻ ഇത്തരുണത്തിൽ പ്രകാശിപ്പിക്കുന്നു. കൺവെൻഷൻ ആരംഭിക്കുന്നു. ചില ആത്മീക ഉണർവ് ഗാനങ്ങൾ പാടി നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം.
ഏറ്റവും അടുത്ത സഹായകൻ ഞാൻ. എന്റെ
ചുവടുകളെ അനുഗമിച്ചിടും അവരുടെ ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തിരുനാമമഹത്വത്തിനായി എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തിരുനാമമഹത്വത്തിനായി ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. അവൻ വഴികളെ ഞാൻ അറിഞ്ഞു. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. Deva
പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന, നാൾതോറും ഞങ്ങളെ വഴി നടത്തുന്ന കാരുണികനായ ദൈവമേ, ശാന്തമായിട്ടുള്ള ഈ പ്രാർത്ഥനാ നിമിഷങ്ങൾക്കായി സ്തോത്രം. അടിയങ്ങൾക്ക് നവമാധ്യമങ്ങളിലൂടെ ഒത്തുകൂടുവാനും ആരാധനയുടെ നന്മയും അനുഗ്രഹവും പ്രാപിക്കാനും ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഏകാഗ്രചിത്തരായി ആത്മാവിലും സത്യത്തിലും അങ്ങ് നമസ്കരിപ്പാനും വീണ്ടും ഒരവസരം അടിയങ്ങളുടെ ജീവിതത്തിൽ നൽകിയല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങൊരുക്കുന്ന വചനകേൾവിയുടെ എല്ലാ സന്ദർഭങ്ങൾക്കായിട്ടും സ്തോത്രം. വചനമയച്ച് സൗഖ്യമാക്കുന്ന കർത്താവ് അവിടെ നിന്നാകുന്നുവല്ലോ. പ്രത്യേകിച്ചും ഇക്കൊല്ലത്തെ യുവജനവാരത്തോട് അനുബന്ധമായി ഇന്ന് ക്രമീകരിച്ചിരിക്കുന്ന ഏകദിന കൺവെൻഷനായി സ്തോത്രം. കർത്താവെ, ഈ കൺവെൻഷനിൽ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കണമേ. ഇന്നത്തെ വചനകേൾവി അനുഗ്രഹമാക്കി തീർക്കണമേ. വചനപ്രഘോഷണത്തിന് നിയുക്തനായി അവിടുത്തെ സന്നിധിയിൽ ഒരുക്കത്തോടെ ആയിരിക്കുന്ന അവിടുത്തെ ദാസനെ ആത്മാവിനാൽ ബലപ്പെടുത്തണമേ. അവിടുത്തെ മഹത്വമുള്ള നാവായി രൂപാന്തരപ്പെടുത്തണമേ. പ്രത്യേകിച്ചും ഈ കൺവെൻഷൻ ക്രമീകരിക്കാൻ വേണ്ടി അധ്വാനിച്ച, പ്രയത്നിച്ച ഞങ്ങളുടെ യുവ സഹോദരങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരുടെ എല്ലാ പ്രയത്നങ്ങളെയും കർത്തൃനാമത്തിൽ ചെയ്യുന്ന ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്നടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ഈ കൺവെൻഷനിൽ പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, എല്ലാ കുടുംബങ്ങളെയും, എല്ലാ യുവ സഹോദരങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഒരു പുതിയ ആത്മീയ ഉൾക്കാഴ്ചയോടും ദൈവകൃപയോടും ഞങ്ങളായിരിക്കാനും ഞങ്ങളുടെ ജീവിതങ്ങൾ പുനഃക്രമീകരിക്കേണ്ട ഇടങ്ങളിൽ അത് നിർബന്ധമായും ചെയ്യുവാൻ ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കണമേ. തുടർന്നുള്ള നിമിഷങ്ങളിൽ ഏകാഗ്രതയോടെ തിരുസന്നിധിയിലായിരിക്കാൻ സഹായിക്കണം. ദൈവകൃപയിൽ ഞങ്ങളെ ബലപ്പെടുത്തണം. ക്രിസ്തു യേശു മുഖാന്തരം അടിയങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി നമുക്കെല്ലാവർക്കും ചേർന്ന് 26-ാമത്തെ ഗീതം പാടാം. ഗീതം 26. സ്തോത്രം സ്തോത്രം പുണ്യമഹേശ്വര സ്തോത്രം വാനസേന ഇന്നമായി പാടവേ പാടുന്നേരും നാമസങ്കീർത്തനം പാടാൻ വന്നിടുവിൻ ഭക്തരെല്ലാരുമേ. സ്നേഹലേപൻ കൈകളിലേക്കും പോലെ യേശുനാഥൻ നമ്മെയും താങ്ങുമേ. സ്തോത്രം സ്തോത്രം ദൈവകുമാരനു സ്തോത്രം എന്നും കാത്തു പാലനം ചെയ്യുമേ. സ്തോത്രം സ്തോത്രം പുണ്യമഹേശ്വര സ്തോത്രം പാപം പോക്കാൻ പരിധിൽ ജാഗരായി പാടുപെട്ടു പ്രാണൻ വെടിഞ്ഞവൻ സ്വർഗ ലോകവാതിൽ തുറന്നു നമ്മൾക്കായി. സ്തോത്രം സ്തോത്രം മഹത്വമാരു നിത്യം വാഴ്ക വാഴ്ക ജഗത്തിൻ രക്ഷക കൃപാകര നിർമ്മലമാം പരജ്യോതി സായ ദേവ കാരുണ്യനായക. സ്തോത്രം സ്തോത്രം പുണ്യമഹേശ്വര സ്തോത്രം വിണ്ണും മണ്ണും സ്തുതിച്ചു പാടട്ടെ. സ്തോത്രം സ്തോത്രം രക്ഷകൻ മഹത്വമോടെ എന്നേക്കും ഭരിച്ചു വാഴട്ടെ. യേശുരാജൻ മഹിമയോട് വന്നു ഭൂമിയിലേക്ക് രാജനായി വാഴുമേ. ലോകമെങ്ങും നിറയുന്ന ചെങ്കോലാൽ തേജസ്സോടെ പാലനം
വായിക്കുവാനായി നൽകിയിരിക്കുന്ന തിരുവചന വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനാവിലെ നദനയേലും സെബദി മക്കളും അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു. പടകിൻ്റെ വലത്തുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി, മീനിൻ്റെ പെരുപ്പം ഹേതുവായി അത് വലിക്കുവാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശീമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകുകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ഇവിടെ തിരുവചന വേദഭാഗം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. ക്രിസ്തു അങ്ങേക്ക് മഹത്വമുണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ദൈവമേ, വിഭജന വാരത്തോടനുബന്ധിച്ച് ദൈവമേ ഏകദിന കൺവെൻഷനായി ഇന്ന് ദൈവമേ അങ്ങയുടെ പാദപീഠത്തിൽ അടിയങ്ങൾക്ക് വരുവാൻ തന്ന വലിയ ദയയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവമേ ഞങ്ങളെല്ലാവരെയും ദൈവമേ അങ്ങയുടെ പൊന്നുകരങ്ങൾ ഇത്രയും നാൾ അങ്ങ് വഹിച്ച് കാത്തു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവമേ ഞങ്ങൾ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും, ഞങ്ങളുടെ ആലയത്തെയും ദൈവമേ ഇത്രത്തോളം ദൈവമേ അങ്ങ് അനുഗ്രഹിച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവമേ പ്രത്യേകിച്ച് ദൈവമേ ലോകരാജ്യങ്ങളെല്ലാവരും ദൈവമേ COVID-19 എന്ന് പറഞ്ഞാൽ ദൈവമേ ഈ മഹാമാരിയുടെ കീഴിലായിരിക്കുമ്പോൾ ദൈവമേ കർത്താവേ, ദൈവമേ അടിയങ്ങളെ ഇത്രത്തോളം പരിപാലിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവമേ പ്രത്യേകിച്ച് ദൈവമേ രോഗം മൂലം ദൈവമേ അനേകർക്ക് ജീവൻ നഷ്ടപ്പെട്ടവരുണ്ട് കർത്താവേ, ദൈവമേ അവരുടെ കുടുംബാംഗങ്ങളെ അങ്ങയുടെ പാദപീഠത്തിൽ സമർപ്പിക്കുന്ന കർത്താവേ, ദൈവമേ ആ രോഗത്തിൻ്റെ പിടിയിലായിരിക്കുന്നവരുണ്ട് കർത്താവേ, ദൈവമേ ഈ രോഗം മൂലം ദൈവമേ വിവിധങ്ങളായ സാമ്പത്തിക ബാധ്യതകളിൽ പെട്ട് കഴിയുന്നവരുണ്ട് കർത്താവേ, ജോലി നഷ്ടപ്പെട്ടു പോയവരുണ്ട് കർത്താവേ, കുടുംബങ്ങൾ പല സ്ഥലത്ത് ശിഥിലമായി പോയവരുണ്ട് കർത്താവേ, ദൈവമേ ഏവരെയും അങ്ങയുടെ പാദപീഠത്തിൽ സമർപ്പിക്കുന്ന കർത്താവേ, ദൈവമേ അങ്ങയുടെ ആശ്വാസം ദൈവമേ അവർക്കെല്ലാം നൽകണമേ കർത്താവേ, ദൈവമേ അതുപോലെ തന്നെ ദൈവമേ ആ ഒരു രോഗത്തിൻ്റെ ദൈവമേ പിടിയിൽ നിന്ന് ദൈവമേ അങ്ങേക്ക് കൃപയുണ്ടായി ദൈവമേ എത്രയും പെട്ടെന്ന് ദൈവമേ എല്ലാവരെയും ദൈവമേ അങ്ങനെ പരിപാലിച്ച് കാത്ത് രക്ഷിക്കണമേ കർത്താവേ, ദൈവമേ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ അങ്ങയുടെ പാദപീഠത്തിൽ സമർപ്പിക്കുന്ന കർത്താവേ, ദൈവമേ അതുപോലെ തന്നെ കർത്താവേ എൻ്റെ വാക്സിനുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ദൈവമേ എല്ലാ റിസർച്ച് ഫെലോസിനെയും ദൈവമേ അങ്ങയുടെ പാദപീഠത്തിൽ സമർപ്പിക്കുന്ന കർത്താവേ, ദൈവമേ പലവിധമായ വാക്സിനുകൾ ദൈവമേ ഡെവലപ്പ് ചെയ്യുന്നു ദൈവമേ അറിയുന്നതിൽ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവമേ എത്രയും ലോകജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ദൈവമേ പ്രയോജനമാകും വിധം ദൈവം കണ്ടുപിടിക്കുവാനും ദൈവമേ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് ദൈവമേ രോഗത്തിൽ നിന്നും എല്ലാവർക്കും വിമുക്തി നേടുവാനും ദൈവമേ അങ്ങ് കനിവുണ്ടാകണമേ കർത്താവേ, ദൈവമേ ഞങ്ങളുടെ ആലയത്തെ ദൈവമേ ഞങ്ങളുടെ പാദപീഠത്തിൽ സമർപ്പിക്കുന്ന കർത്താവേ, ദൈവമേ വളരെ ദൈവമേ അസാധാരണമായ ഈ കാലഘട്ടത്തിൽ ദൈവമേ അങ്ങയുടെ ജനത്തിന് ആശ്വാസമായ ദൈവമേ ആലയത്തിന് നിലകൊള്ളുവാൻ ദൈവമേ അങ്ങ് നൽകിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവമേ അച്ഛനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, കൊച്ചമ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, മോളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ദൈവമേ ഞങ്ങളുടെ ദൈവജനത്തിന് ആശ്വാസകരമായി ദൈവം പ്രവർത്തിക്കാൻ ദൈവമേ നൽകിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവമേ ഞങ്ങളുടെ ആലയത്തിലെ ഡീക്കന്മാരെ എല്ലാവരെയും താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ, ദൈവമേ അനുഗ്രഹിക്കണമേ കർത്താവേ, നമ്മുടെ ആലയത്തിലുള്ള ദൈവമേ വിവിധങ്ങളായ സംഘടന ഞങ്ങളുടെ പാദപീഠത്തിൽ സമർപ്പിക്കുന്ന കർത്താവേ, ദൈവമേ പ്രത്യേകിച്ച് ദൈവമേ ഈ സമയത്ത് യുവജന കൺവെൻഷനെയും യുവജനങ്ങളെയും യുവജന വാരത്തെയും ദൈവമേ ഞങ്ങളുടെ പാദപീഠത്തിൽ സമർപ്പിക്കുന്ന കർത്താവേ, ദൈവമേ ഞങ്ങൾക്ക് വിവിധങ്ങളായ പ്രവൃത്തികൾ ദൈവമേ ഈ സമയത്ത് ദൈവമേ ചെയ്യുവാൻ അങ്ങ് നൽകിയിരിക്കുന്ന ദർശനത്തിനായും ദൈവമേ അതിന് നൽകിയിരിക്കുന്ന സൗഭാഗ്യത്തിനായും സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവമേ നല്ല രീതിയിൽ അത് കാഴ്ചവെക്കാനും അതെല്ലാം ദൈവമേ അങ്ങയുടെ നാമമഹത്വത്തിനായി തീരുവാനും ദൈവമേ അങ്ങ് സഹായിക്കണമേ കർത്താവേ, ദൈവമേ ഇന്നത്തെ കൺവെൻഷൻ ദൈവമേ എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീർക്കണമേ കർത്താവേ, ദൈവമേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമേ എല്ലാവരെയും ദൈവമേ അങ്ങ് അനുഗ്രഹിക്കണമേ, ദൈവമേ അങ്ങയുടെ വചനം ദൈവമേ ശ്രദ്ധയോടുകൂടെ
കേൾക്കുവാനും ദൈവമേ അതുവഴി എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാകുവാനും ദൈവമേ അങ്ങ് സഹായിക്കണമേ കർത്താവെ. ദൈവമേ ഞങ്ങളുടെ യുവജന പ്രസ്ഥാനത്തിൽ ദൈവമേ അംഗങ്ങളായിരിക്കുന്ന ഓരോരുത്തരെയും സമർപ്പിക്കുന്ന കർത്താവെ. ദൈവമേ പഠിക്കുന്നവരുണ്ട് കർത്താവ്, ജോലി ചെയ്യുന്നവരുണ്ട് കർത്താവെ. ദൈവമേ അവരവരുടെ മേഖലകളിൽ ദൈവമേ അങ്ങേ സാക്ഷീകരിച്ചു കൊണ്ട് ജീവിക്കുവാൻ ദൈവമേ അങ്ങ് എന്നെ സഹായിക്കണമേ കർത്താവെ. ദൈവമേ അതുപോലെ തന്നെ ദൈവമേ ഇനി ദൈവമേ ബാക്കിയുള്ള സംഘടനയെല്ലാം ദൈവമേ അങ്ങയുടെ പാദപീഠത്തിൽ സമർപ്പിക്കുന്ന കർത്താവെ. ദൈവമേ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ ദൈവമേ എല്ലാവരെയും ദൈവമേ അങ്ങ് തന്നെ അനുഗ്രഹിക്കണമേ കർത്താവെ. ദൈവമേ ഈ ആരാധനയുടെ ശേഷ സമയം ദൈവമേ അങ്ങയുടെ കൃപയും കാവലും കൂടെ ഉണ്ടായിരിക്കണമേ. അങ്ങേ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവമേ ഈ ആരാധന അങ്ങേക്കായി സമർപ്പിക്കാൻ ദൈവമേ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവമേ ഇനിയുള്ള ദിവസങ്ങളിലും ദൈവമേ അങ്ങയുടെ കൃപ ഞങ്ങളോട് കൂട്ടിരുന്ന് ഞങ്ങളെ വഴി നടത്തണമേ കർത്താവെ. അങ്ങയുടെ കൃപയും സാന്നിധ്യവും കൂടെ ഇരിക്കണമേ. യേശു ക്രിസ്തുത്തം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുയിഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ പരിരക്ഷിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പരിശീൽ കടത്ത ആ ദുഷ്ടങ്ങൾ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമായിക്കൊള്ളാവുന്നല്ലോ. ആമേൻ. നമുക്കൊരുമിച്ച് 62-ാമത്തെ പാട്ട് പാടാം. ആശ്വാസപ്രദനെ എന്നേക്കും വാഴുക എന്ന പാട്ട്. 62. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആശങ്കകളും ആകുലതകളും പ്രതിസന്ധികളും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ വചനത്തിൻ്റെ വേദി ഒരുക്കാൻ ഈ യുവജന വാരത്തിൽ യുവജന പ്രസ്ഥാനം നിർവഹിക്കുന്ന ഈ പങ്കിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. ഈ യുവജന കൺവെൻഷനിലേക്ക് എന്നെ ക്ഷണിച്ച സ്നേഹവും ബഹുമാനമുള്ള അരുൺ ഡി എസ് അച്ഛനോടും യുവജന പ്രസ്ഥാനത്തിനോടുമുള്ള സ്നേഹവും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ ദൈവവചനം ഇന്ന് പുതുമ നൽകുകയും പുതുശക്തി പകരുകയും ചെയ്യട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയും ആശിക്കുകയും ചെയ്യുന്നു.
ഒരു നിമിഷം നമുക്ക് നമ്മുടെ തലകളെ വണക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വചനമാം ദൈവമേ, ഞങ്ങളുടെ മധ്യേ അവിടുന്ന് എഴുന്നള്ളി വരയണമേ. ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ പുതുക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യണമേ. ഇന്നത്തെ വചന കേൾവി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആത്മപരിശോധനയ്ക്ക് കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനനായ അടിയൻ അവിടുത്തെ കൃപയിൽ മാത്രം ശരണപ്പെട്ടുകൊണ്ട് തിരുവചനം പ്രഘോഷിക്കുന്നതിന് ഒരുങ്ങുമ്പോൾ അത് കേൾക്കുന്ന ദൈവജനത്തിന് അനുഗ്രഹമായി മാറുവാൻ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ദൈവോട് കേൾക്കണമേ. ആമേൻ. നാം ഇന്ന് ചിന്തയ്ക്ക് ഒരുമിച്ച് മുന്നിലേക്ക് വയ്ക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണല്ലോ. നാം ഇന്ന് വായിച്ചു കേട്ട ഈ വേദഭാഗം, അതിൻ്റെ രംഗം തിബരിയാസിൻ്റെ കടൽക്കരയാണ്. പത്രോസ്, തോമസ്, നഥനയേൽ, സബദി മക്കളായ യാക്കോബ്, യോഹന്നാൻ, വേറെ 2 പേർ, അങ്ങനെ ആകെ 7 ശിഷ്യന്മാർ, ഒരുപക്ഷെ ആദിമസഭയിലെ എല്ലാ നേതാക്കന്മാരും കടൽക്കരയിൽ സമ്മേളിച്ചിരിക്കുകയാണ്. ഒരു രാവ് മുഴുവൻ അവർ ഫലരഹിതമായി അധ്വാനിച്ചു. കൂട്ടത്തിൽ ഒരുവനായിരിക്കുന്ന പത്രോസിനോട് കർത്താവ് ചോദിക്കുന്നു, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? തൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഒരാൾ തന്നിൽ നിന്ന് അകന്നു പോകുന്നില്ല എന്ന് ഉറപ്പിക്കാൻ കർത്താവ് ഉയർത്തുന്ന ഒരു ചോദ്യമാണത്. യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിൽ ശബ്ദമായി പലപ്പോഴും പുറത്തു വന്നില്ലെങ്കിലും ഹൃദയത്തിൻ്റെ ഉള്ളങ്ങളിൽ ഉയരുന്ന ഒരു ചോദ്യമാണത്. എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ ജീവിത സഖി, എന്നോട് ചേർന്ന് ജീവിക്കുന്ന മനുഷ്യർ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന ചോദ്യം. ജീവിതത്തിൻ്റെ നിർണായകമായ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിലാണ് ഒരാളുടെ സ്നേഹത്തിൻ്റെ തോത് നമ്മൾ ജീവിതത്തിൽ തിരിച്ചറിയുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സൺഡേ സപ്ലിമെൻറ്റിൽ വന്ന ഒരു അനുഭവം ഓർക്കുന്നു. ഒരു ഭാര്യയും ഭർത്താവും കുഞ്ഞും അവർ സന്തോഷകരമായിട്ട് ജീവിച്ചു പോന്നു. ഒരു ദിവസം ജോലിക്കായി ഭർത്താവ് ധൃതിയിൽ വീടിന് പുറത്തേക്ക് പോകുമ്പോൾ ടീ ടേബിളിൽ മുതിർന്നവർക്ക് മാത്രം കഴിക്കാവുന്ന ഒരു മരുന്ന് കുപ്പി തുറന്നിരിപ്പുണ്ട്. ധൃതിയിൽ അദ്ദേഹം പുറത്തേക്ക് പോകുന്നതിനിടയിൽ ഭാര്യയോട് വിളിച്ചു പറഞ്ഞു, ഒരു മരുന്ന് കുപ്പി തുറന്നിരിപ്പുണ്ട്, അത് അടച്ചു വച്ചേക്കണം, കുഞ്ഞ് അതെടുത്ത് കഴിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുകയാണ്. ഈ തിരക്കിനിടയിൽ ഈ ഭാര്യ ഇക്കാര്യം മറന്നു പോവുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞു. 1.5 വയസ്സുള്ള കുഞ്ഞ് ഇഴഞ്ഞ് ഈ മരുന്ന് കുപ്പിയുടെ അരികിലെത്തി. ആ മരുന്നെടുത്ത് കഴിച്ചു. കുറച്ച് സമയം കഴിഞ്ഞ് ഉടൻ തന്നെ ഈ കുഞ്ഞ് കുഴഞ്ഞു വീണു മരിച്ചു. ആകെ അങ്കലാപ്പിലാവുകയാണ് ഈ ഭാര്യ. സ്വന്തം കുഞ്ഞ് മരണപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് തന്നോട് പറഞ്ഞതാണ് ശ്രദ്ധിക്കണം, അടച്ചു വയ്ക്കണം എന്ന്. എന്നാൽ മറന്നുപോയി. ഒരു വശത്ത് കുഞ്ഞു മരിച്ചതിൻ്റെ ഹൃദയവേദന, മറുവശത്ത് തൻ്റെ ഭർത്താവ് തന്നോട് എങ്ങനെ പ്രതികരിക്കും എന്നറിഞ്ഞുകൂടാത്ത വല്ലാത്തൊരു മാനസികാവസ്ഥ. അദ്ദേഹത്തെ വിവരമറിയിച്ചു. അദ്ദേഹം വന്നു. ഒരു വശത്ത് തളർന്ന് കരഞ്ഞിരിക്കുന്ന തൻ്റെ ഭാര്യയെ കണ്ടു, മറുവശത്ത് ചലനമറ്റിരിക്കുന്ന തൻ്റെ കുഞ്ഞിനെയും കണ്ടു. തളർന്നിരിക്കുന്ന ജീവിത പങ്കാളിയെ ചേർത്ത് പിടിച്ച് അദ്ദേഹം പറഞ്ഞ വാചകമാണ് ആ സൺഡേ സപ്ലിമെൻറ്റിൻ്റെ തലവാചകം, ഐ ലവ് യു
ഡാർലിംഗ്, ഐ ലവ് യു. സ്നേഹിക്കുന്നു എന്ന് ജീവിതത്തിൽ പറയുന്നതിലല്ല, എപ്പോഴാണ് നമ്മളത് പറയുക എന്നതാണ്. പത്രോസിനോട് കർത്താവ് ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ പത്രോസെ? പത്രോസ് ഉള്ളം കൊണ്ട് കരയുകയായിരിക്കാം. എൻ്റെ ജീവിതത്തിൻ്റെ ഇത്രയും അധികം തള്ളിപ്പറച്ചിലുകളുടെ, അകൽച്ചകളുടെ, അകന്നുപോക്കുകളുടെയൊക്കെ മധ്യേ, ദൈവമേ, നീ ഇപ്പോഴും ഈ ചോദ്യം എന്നോട് ആവർത്തിക്കുന്നുണ്ടല്ലോ. ഇപ്പോഴും നീ എന്നെ ആഴമായി സ്നേഹിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഈ പത്രോസ് ഈ തിബരിയാസിൻ്റെ കടൽക്കരയിൽ വന്നു നിൽക്കുന്നത്? വള്ളവും വലയുമായി, വിഷണ്ണനായി, വിരൂപനായി, ഫലരഹിതമായ അധ്വാനത്തിൻ്റെ ഒടുവിൽ സങ്കടപ്പെട്ട് എന്തുകൊണ്ടാണ് പത്രോസ് ഇവിടെ തിബരിയാസിൻ്റെ കടൽക്കരയിൽ വന്നു നിൽക്കുന്നത്? ആ അന്വേഷണം നമുക്കിന്ന് വചന രൂപേണ നടത്താം. 5 കൊച്ചു കാര്യങ്ങൾ ഈ തിരുവചനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സമർപ്പണത്തോടെ യേശുവിനെ പിഞ്ചുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. പക്ഷേ വീണുപോയി. കർത്താവിനെ സ്നേഹിച്ചവൻ, കർത്താവിൻ്റെ ഹൃദയത്തിൽ സ്ഥാനമുണ്ടായിരുന്നവൻ, എന്നാൽ എ സിൻസിയർ ഫോളോവർ ഓഫ് ജീസസ് ഹിറ്റ് ദ ബോട്ടം. എന്താണ് ആ വീഴ്ചയുടെ കാരണം? പലപ്പോഴും നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ ഇത് സാധ്യമാകാനിടയുണ്ട്. ഒന്നാമതായി, ഏറെ ശ്രദ്ധയോടെ കേൾക്കേണ്ടുന്നിടങ്ങളിൽ പത്രോസ് ഏറെ അധികം സംസാരിച്ചു എന്നുള്ളതാണ്. ഏറെ ശ്രദ്ധയോടെ കേൾക്കേണ്ടുന്ന ഇടങ്ങളിൽ പത്രോസ് ഏറെ അധികം സംസാരിക്കുന്നുണ്ട്. He talked when he should have been listening and silent. മത്തായി എഴുതിയ സുവിശേഷം നമ്മൾ 16-ാം അധ്യായം 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് തൻ്റെ കുരിശിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. കുരിശുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും പത്രോസിന് ജീവിതത്തിൽ ആശയക്കുഴപ്പമുണ്ട്. 16-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് തൻ്റെ മരണത്തെക്കുറിച്ചും കുരിശിനെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുമ്പോൾ പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി. 22-ാം വാക്യം, കർത്താവെ, അത് അരുതേ, നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. നിനക്ക് അങ്ങനെ ഭവിക്കരുതേ, ഇത് ഇങ്ങനെ അരുതേ. കർത്താവ് പറയുകയാണ്, സാത്താനെ, എന്നെ വിട്ടുപോകും. ദൈവം പലപ്പോഴും നാം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളോട് ഇടപെട്ടില്ല എങ്കിൽ നമ്മളും പലപ്പോഴും ജീവിതത്തിൽ ഇടയ്ക്കു കയറി പറയാറുണ്ട്, ദാറ്റ്സ് നോട്ട് ഫെയർ, ദാറ്റ്സ് നോട്ട് റൈറ്റ്, ദാറ്റ് ഷുഡ് നോട്ട് ബി ഹാപ്പനിങ്. ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയാൻ ശ്രമിക്കുന്നതാണ്. ദൈവസന്നിധിയിൽ വിനയപൂർവമായി ഇരിക്കേണ്ടുന്ന ചില നിമിഷങ്ങളിൽ, ആഴമായി ധ്യാനിക്കേണ്ടുന്ന ചില സമയങ്ങളിൽ നമ്മളിങ്ങനെ ഇടയ്ക്ക് കയറി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും. അങ്ങനെ ആഴമായി ധ്യാനിക്കാൻ കഴിയാതായി പോയ അനുഭവമാണ് ഒരുപക്ഷെ പത്രോസിനെ തിബരിയാസിൻ്റെ കടൽക്കരയിൽ കൊണ്ടുചെന്ന് നിർത്തിയത്. മറ്റൊരു സന്ദർഭം ഒരുപക്ഷെ തൻ്റെ കുരിശിന് കുറച്ചു മുമ്പ് കർത്താവ് പിന്നെയും ഒരിക്കൽ കൂടി തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. 26-ാം അധ്യായത്തിൽ മത്തായി എഴുതിയ സുവിശേഷം, അവിടെ തൻ്റെ കുരിശിനെക്കുറിച്ച് കർത്താവ് ഓർമ്മപ്പെടുത്തുമ്പോൾ പത്രോസ് കർത്താവിനോട് പറഞ്ഞു, ഈ 33-ാമത്തെ വാക്യം 26-ാം അധ്യായം, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഇടറുകയില്ല. ഒരുപക്ഷെ നിന്നോടുകൂടി മരിക്കേണ്ടി വന്നാലും ഞാൻ നിങ്ങൾ ഇടറിപ്പോവുകയില്ല. ആഴമായി ശ്രദ്ധിക്കേണ്ടുന്ന സ്ഥലം, ആഴമായി ധ്യാനിക്കേണ്ടുന്ന സ്ഥലം, നിശബ്ദമായി ആഴമായിട്ട് ദൈവസന്നിധിയോട് ചേർന്നിരിക്കേണ്ടുന്ന സമയം, അവിടെ തൻ്റേതായ രീതിയിൽ ആത്മപ്രശംസ നടത്തുകയാണ് പത്രോസ്. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുമ്പോൾ
നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ടോ? ആരെല്ലാം ഇടറിയാലും ഞാൻ ഇടറില്ല എന്ന്? 1 കൊരിന്ത്യർ 10:12 നമ്മൾ വായിക്കുന്നുണ്ട്, ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. കർത്താവിൽ നിന്ന് നമ്മൾ ആ നിശബ്ദത ഏറെ പഠിക്കേണ്ടതുണ്ട്. പ്രകോപിതനാകാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ ഒഴിഞ്ഞുമാറിയും തെന്നിമാറിയും നിശബ്ദത പുലർത്തിയും ആഴപ്പെടുന്ന ഒരു ക്രിസ്തുവിനെ നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, തിബിരിയാസിൻ്റെ കടൽക്കരയിൽ പത്രോസ് എത്തി നിൽക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം താൻ ധ്യാനിക്കുകയും നിശബ്ദമായിരിക്കുകയും ചെയ്യേണ്ടുന്ന പലയിടങ്ങളിലും വ്യക്തിപരമായി ആത്മപ്രശംസ നടത്തുകയും ഒരുപാട് സംസാരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഒരു സെൻ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ഗുരു ഒരു ടൗണിന് മുകളിലുള്ള ഒരു കുന്നിൽ താമസിക്കുകയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ആൾക്കാർക്ക് നല്ല മതിപ്പാണ്. എപ്പോഴൊക്കെ അദ്ദേഹം ടൗണിലെത്തുമോ അപ്പോഴൊക്കെ ആൾക്കാർ വന്നിട്ട് പറയും, അങ്ങ് വലിയ മഹാനായൊരു വ്യക്തിയാണ്, അങ്ങ് ഞങ്ങളുടെ ചുറ്റും ഞങ്ങളോടൊപ്പം ഇങ്ങനെ താമസിക്കുന്നത് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെ ഒരുപാട് പ്രശംസിക്കുമ്പോൾ ഗുരു ചിരിച്ചുകൊണ്ട് മറുപടി പറയും, അങ്ങനെയാണോ? കുറച്ച് നാൾ കഴിഞ്ഞു, ഈ ഗുരുവിൻ്റെ അരികിലേക്ക് ഒരു യുവതി വന്നു. എന്നിട്ട് പറഞ്ഞു, ഗുരു, ഞാൻ ഗർഭവതിയാണ്. എന്നെ സ്നേഹിച്ച പുരുഷൻ ഈ നാട് വിട്ടു പോയിരിക്കുന്നു. എന്നെ ഇനി എൻ്റെ വീട്ടിൽ കയറ്റുകയില്ല. സംരക്ഷിക്കാൻ ഇനി ആരുമില്ല. ഗുരു, അങ്ങ് എനിക്കൊരു പിതാവിനെ പോലെയാണ്. അതുകൊണ്ട് അങ്ങ് എനിക്ക് അഭയം തരണം. ഗുരു പറഞ്ഞു, ഈ ഇടം നിനക്ക് സുരക്ഷിതമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ വീടിന് പുറകിലായി നിനക്ക് താമസിച്ചു കൊള്ളാം. ഗുരു കുറച്ച് നാൾ കൂടി കഴിഞ്ഞ് ടൗണിലെത്തി. ആൾക്കാർ വന്നുകൂടി, നിങ്ങളെന്തൊരു നീചനായ മനുഷ്യനാണ്, ഇത്രയും വൃത്തികെട്ട മനസ്സിനൊരുടമയാണ് എന്ന് ഞങ്ങളാരും അറിഞ്ഞില്ല നിങ്ങളെക്കുറിച്ച്. ചുറ്റും നിന്ന് ആക്ഷേപിക്കുകയാണ്. അപ്പോൾ ഗുരു ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, അങ്ങനെയാണോ? കുറച്ച് നാളുകൾ കൂടി കഴിഞ്ഞു. ഈ യുവതിയെ സ്നേഹിച്ചിരുന്ന പുരുഷൻ മടങ്ങിയെത്തി. അവളുടെ വീട്ടിൽ വന്നു. തനിക്ക് സംഭവിച്ച തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞു. യുവതിയെ സ്വീകരിക്കാൻ തയ്യാറായി. ആ സംഭവം കഴിഞ്ഞ് കുറച്ച് നാളുകൾ കൂടി കഴിഞ്ഞപ്പോൾ ഗുരു പിന്നെയും ടൗണിലെത്തി. ആൾക്കാർ വന്നുകൂടി, ക്ഷമിക്കണം ഗുരു, ഞങ്ങൾക്കാണ് തെറ്റ് സംഭവിച്ചത്. അങ്ങേ വല്ലാതെ ഞങ്ങൾ കുറ്റപ്പെടുത്തി. അങ്ങ് എത്ര മഹാനായ വ്യക്തിയാണ്. ആ സമയത്ത് ഈ ഗുരു ചിരിച്ചുകൊണ്ട് പിന്നെയും പറഞ്ഞു, അങ്ങനെയാണോ? അങ്ങനെയാണോ? പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ചില സമയങ്ങളിൽ നമ്മൾ പുലർത്തേണ്ടുന്ന ആത്മസംയമനങ്ങളുണ്ട്. ആഴമായി ധ്യാനിക്കേണ്ടുന്ന, ശ്രദ്ധിക്കേണ്ടുന്ന ചില ഇടങ്ങൾ. ആ ഇടങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയട്ടെ. രണ്ടാമതായിട്ട്, ആത്മപ്രശംസയിൽ ആശ്രയം കണ്ടെത്തുമ്പോൾ ഏതൊരു മനുഷ്യനും വീണുപോകുന്ന ഒന്നാണ് പ്രാർത്ഥനയില്ലായ്മ, പ്രയർലെസ്നെസ്. ആ പ്രാർത്ഥനയില്ലായ്മയാണ് പത്രോസിനെ തിബിരിയാസിൻ്റെ കടൽക്കരയിൽ ഒന്നും ഇല്ലാത്തവനെ പോലെ ഇന്നുകൊണ്ട് നിർത്തിയിരിക്കുന്നത്. പ്രാർത്ഥനയില്ലായ്മ. ശിഷ്യന്മാരെ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. പ്രസംഗിക്കാനല്ല പഠിപ്പിച്ചത്, പ്രാർത്ഥിക്കാനാണ് പഠിപ്പിച്ചത്. ഗത്സമനെ അനുഭവത്തിൽ കർത്താവ് പത്രോസിനോടും കൂട്ടരോടും പറയുകയാണ്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പൻ. പത്രോസ് ഒരുപാട് വാക്കുകൾ പറയുന്നുണ്ട്, ഒരുപാട് ആത്മപ്രശംസയുടെ വാചകങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോവുകയാണ്. എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഇടറുകയില്ല എന്ന് പറയുന്ന പത്രോസ്. പക്ഷേ കർത്താവ് അവനോട് ആവശ്യപ്പെടുകയാണ്, നീ ഇത്തിരി നേരം മാറിയിരുന്ന് എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുക. ഈ വീമ്പ് പറച്ചിൽ നീ നിർത്തിയിട്ട് നീ പ്രാർത്ഥിക്കണം.
വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, വലിയ പ്രഹസനങ്ങളൊന്നും വേണ്ട. പ്രാർത്ഥിക്കുക. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പത്രോസ് എന്ത് ചെയ്തു? പത്രോസ് ഉറങ്ങി. പലതവണ കർത്താവ് ഓർമ്മപ്പെടുത്തി, എന്നാൽ താൻ സ്വസ്ഥമായി ഉറങ്ങുകയാണ്. എന്നെ കേൾക്കുന്ന യുവജനങ്ങളെ, പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥനയില്ലാത്ത ജീവിതം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ പൊള്ളയായ ജീവിതമാക്കും, സംശയമില്ല. വെറും പൊള്ളയായ ജീവിതമാകും നമ്മൾ. ഷാലൂനസ്, അത് നമ്മെ വല്ലാതെ ബാധിക്കും. ചില മനുഷ്യർ ഇങ്ങനെയാണ്, വലിയ വാചകങ്ങൾ പറയും, വലിയ വാചക കസർത്തുകൾ നടത്തിയിട്ട് കാര്യങ്ങളോട് അടുക്കുമ്പോൾ പൊള്ളയാണ്, ഉൾക്കാമ്പില്ലാതെയായി തീരുകയാണ്. കാരണം ജീവിതത്തിൻ്റെ പ്രാർത്ഥനാനുഭവങ്ങൾ നഷ്ടപ്പെടുകയാണ്. ചില മനുഷ്യർ നമ്മളോട് നെഞ്ചുപൊട്ടി ചിലപ്പോൾ വിളിച്ചു പറയും, പ്രാർത്ഥിക്കണേ, പ്രാർത്ഥിക്കണേ, എൻ്റെ മകൾ, എൻ്റെ മകൻ ICUവിലാണ്, ജീവിതമാകെ പരാജയമാണ്, പ്രാർത്ഥിക്കണേ. ആ സമയങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണോ? അതോ പൊള്ളയായ ചില വാഗ്ദാനങ്ങൾ മാത്രം നൽകുന്ന മനുഷ്യരാണോ നമ്മൾ ശാന്തമായി നമ്മെ തന്നെ പരിശോധിക്കേണ്ടതാണ്. പ്രാർത്ഥനയില്ലായ്മ അതോടൊപ്പം ജീവിതത്തെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കുമെന്നുള്ളതിന് തർക്കമില്ല. വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കുകയാണ്. ആകെ ഒരു കൺഫ്യൂഷൻ പത്രോസിനുണ്ടാവുകയാണ്. ഇവിടെ എന്ത് ചെയ്യണമെന്ന് തനിക്ക് അറിയില്ല. ഗത്സമനയുടെയൊക്കെ അനുഭവം ഒരുപക്ഷെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ, പത്രോസ് ഇപ്പോൾ നിയന്ത്രിക്കപ്പെടുന്നത് ആകെ ദൈവാത്മാവിനാലല്ല എന്നത് വ്യക്തമാണ്. താനവിടെ യേശുവിനെ പിടിക്കാൻ വന്ന ഒരു ചേവകൻ്റെ കാതുവെട്ടി അറുത്തിടുകയാണ്. അങ്ങനെ തനിക്ക് വല്ലാത്തൊരു ആശയക്കുഴപ്പം ജീവിതത്തിൽ സംഭവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയില്ലാത്ത ജീവിതാനുഭവം എന്നെയും നിങ്ങളെയും വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കും. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ നമ്മൾ ഉഴലുന്ന അനുഭവത്തിൽ കൊണ്ടെത്തിക്കും. അതാണ് ഇവിടെ പത്രോസിന് സംഭവിക്കുന്നത്. അതോടൊപ്പം പ്രാർത്ഥനയില്ലാത്ത അനുഭവം പത്രോസിന് സമ്മാനിക്കുന്നത് പ്രകടനങ്ങളോട് പ്രതിരോധം തീർക്കാൻ കഴിയാത്ത അനുഭവം തനിക്ക് സാധ്യമാവുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ഗത്സമനയുടെയൊക്കെ അനുഭവങ്ങളിൽ വല്ലാതെ പ്രകടനം നടത്താൻ ഒരുങ്ങുകയാണ് പത്രോസ്. കരുത്ത് കാട്ടുന്നതാണ് ശിഷ്യത്വമെന്ന് ചിന്തിച്ച് തെറ്റായ രീതികൾ അവലംബിക്കാൻ ഒരുങ്ങുകയാണ്. താൻ വിചാരിച്ചു കർത്താവിനെ അങ്ങനെ ഇംപ്രസ് ചെയ്യാമെന്ന്. എന്നാൽ കർത്താവ് പത്രോസിനെ ശാസിക്കുകയാണ്. കരുത്ത് കാട്ടുന്നതും പ്രകടനങ്ങൾ നടത്തുന്നതുമാണ് ജീവിതത്തിൽ വലുതെന്ന് പത്രോസ് ചിലപ്പോൾ ചിന്തിച്ചു കാണും. പ്രിയപ്പെട്ടവരെ, പത്രോസിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും ഇങ്ങനെ ഷോ നടത്താൻ കുറച്ച് താല്പര്യമുള്ള ഒരാളാണ്. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, കടലിൽ കൂടി കർത്താവ് നടന്നു വരുമ്പോൾ അത് കാണുമ്പോൾ വല്ലാത്തൊരു കൗതുകം പത്രോസിന്. പത്രോസ് പറഞ്ഞു, ഞാനും കൂടി ഇറങ്ങി നടക്കട്ടെ കർത്താവേ. എനിക്ക് ഒരു പ്രകടനം നടത്താൻ കിട്ടിയൊരു അവസരമാണിത്. ഇന്ന് പലരും അങ്ങനെയാണ്. ജീവിതത്തിൽ വല്ലാതെ പ്രകടനങ്ങൾ നടത്താനുള്ള വെമ്പലാണ്. പ്രാർത്ഥനകളില്ലാതെ പൊള്ളയായ പ്രകടനങ്ങൾ, അത് അവസാനം നമ്മളെ കൊണ്ടുചെന്നെത്തുന്നത് എവിടെയാണ് പ്രിയപ്പെട്ടവരെ? പൊള്ളയായ ജീവിതാനുഭവങ്ങളിൽ തന്നെയാണ്. തിബിരിയാസിൻ്റെ കടൽ തീരത്ത് പത്രോസ് വന്ന് നിൽക്കുകയാണ്, വള്ളവും വലയുമായി. സ്കിൽഡാണ്, പക്ഷെ പ്രാർത്ഥനയില്ലാത്തതുകൊണ്ട് കഴിവില്ലാത്ത ഒരനുഭവത്തിൽ പത്രോസ് ആയിപ്പോയിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, പ്രിയ യുവജനങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥന ചേർത്ത് പിടിക്കണം. അത് പൊള്ളയായ ജീവിതാനുഭവമല്ല നമുക്ക് സമ്മാനിക്കുന്നത്. കുറച്ചുകൂടി ഉൾക്കാമ്പുള്ള ജീവിതത്തെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ ആശയക്കുഴപ്പങ്ങളിൽ നിന്ന് അത് നമ്മെ മുന്നോട്ട് നടത്തും. ഈ ലോകത്തിൻ്റെ പ്രകടനങ്ങളോട് അനുഭാവം ചേർന്ന് നിൽക്കുകയല്ല, അതിനോട് ചിലപ്പോൾ പ്രതിരോധം തീർക്കാനും പ്രാർത്ഥന നമ്മെ സഹായിക്കും. ദൈവ ഉദ്ദേശം തിരിച്ചറിയാൻ പ്രാർത്ഥന നമ്മെ സഹായിക്കും. അത് തിരിച്ചറിയാൻ കഴിയാതായിപ്പോയതാണ് പത്രോസിനെ തിബിരിയാസിൻ്റെ കടൽക്കരയിലെത്തിച്ചത്.
മൂന്നാമതായിട്ട് പത്രോസിൻ്റെ ജീവിതത്തിൽ ഇവിടെ സംഭവിക്കുന്ന പരാജയവും തന്നെ തിബിരിയാസിൻ്റെ കടൽക്കരയിലെത്തിച്ചതും തൻ്റെ അതിജീവനത്തിന് ക്രിസ്തുവുമായുള്ള ബന്ധം അയാൾ വേർപെടുത്തി എന്നുള്ളതാണ്. താൽക്കാലികമായിരിക്കുന്ന തൻ്റെ അതിജീവനത്തിന് ആത്യന്തികമായി ക്രിസ്തുവിനോടുള്ള ബന്ധം അയാൾ വേർപിരിച്ചു കളയുകയാണ്. ഹി ഡിസസോസിയേറ്റഡ് ഹിംസെൽഫ് ഫ്രം ക്രൈസ്റ്റ് ഫോർ ഹിസ് സർവൈവൽ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ രംഗം മഹാപുരോഹിതൻ്റെ വീടാണ്. അകത്തേക്ക് കടക്കുന്നതിനിടയിൽ വാതിൽ കാവൽക്കാരെത്തി പത്രോസിനോടൊരു ചോദ്യം ചോദിക്കുകയാണ്. നീയും ആ മനുഷ്യൻ്റെ കൂട്ടത്തിലുള്ളതല്ലേ? നീയും ഈ മനുഷ്യൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനാണോ എന്നുള്ള ചോദ്യമാണ് 18-ാം അധ്യായം 17-ാം വാക്യത്തിൽ ആ ബാല്യക്കാരെത്തി പത്രോസിനോട് ചോദിക്കുന്നത്. താൻ പറഞ്ഞ പ്രഖ്യാപനങ്ങളോട് ഏറെ നീതി പുലർത്താൻ തനിക്ക് ലഭ്യമായ അവസരമാണ്. എല്ലാവരും നിനക്ക് വേണ്ടി എന്തു വന്നാലും, ആരൊക്കെ എന്തെങ്കിലും ഇടറിയാലും, മരിക്കേണ്ടി വന്നാലും ഞാൻ കൂടെ കാണും എന്ന് പറഞ്ഞ പത്രോസിന് ആ വാക്കുകളോട് വല്ലാതെ നീതി പുലർത്താൻ കിട്ടിയ ഒരവസരമാണ്. ആ സമയത്ത് പത്രോസിൻ്റെ സർവൈവൽ മോഡ് പ്രവർത്തിച്ചു തുടങ്ങുകയാണ്. താൻ പറഞ്ഞ കള്ളത്തെ തുടർന്ന് ന്യായീകരിക്കാനായിട്ട്, എനിക്ക് അവനെ അറിയില്ല എന്ന് പറഞ്ഞ ആ കള്ളത്തെ ന്യായീകരിക്കാൻ അവിടെയുള്ള ദാസന്മാരോടും ചേവകന്മാരോടും ചേർന്നിരുന്ന് തീ കായുന്ന ഒരു പത്രോസിനെ നമ്മളവിടെ കാണുകയാണ്. ഹി വാംഡ് ഹിംസെൽഫ് ഇൻ എ റോങ് ഫയർ. തെറ്റായ ഒരനുഭവത്തിലിരുന്ന് തീ കായുന്ന പത്രോസിനെയാണ് നമ്മളവിടെ കാണുന്നത്. തനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്, ഈ കൂട്ടത്തോട് എനിക്ക് പൊരുത്തപ്പെടാനാകില്ല, ഇവിടെ ചേർന്നിരിക്കാനാകില്ല, ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല. പത്രോസിന് നല്ല ബോധ്യമുണ്ട്. എന്നാൽ ഇറ്റ്സ് എ മാറ്റർ ഓഫ് സർവൈവൽ. ഇത് അതിജീവനമാണ്. ഈ അതിജീവനത്തിന് എനിക്ക് എൻ്റെ കർത്താവിനെ അറിയില്ല എന്ന് പറഞ്ഞാലേ മതിയാകൂ. അതല്ല എങ്കിൽ എനിക്കിവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ നീതിബോധത്തെ ഞാൻ പണയപ്പെടുത്തിയേ മതിയാകൂ. അല്ലാതെ ഇവിടെ പിടിച്ചു നിൽക്കാനാകില്ല എനിക്ക്. ഒടുവിലെന്തായി? ഒടുവിൽ തിബരിയാസിൻ്റെ കടൽക്കരയിൽ വിഷണ്ണനായി നിൽക്കുന്ന ഒരു പത്രോസിനെയാണ് നമ്മൾ കാണുന്നത്. തൻ്റെ സർവൈവൽ മോഡ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ താൻ ഒരുപക്ഷെ ചിന്തിച്ചു കാണും, ഞാനും അവൻ്റെ കൂട്ടത്തിലുള്ളയാളാണ് എന്ന് വിളിച്ചു പറഞ്ഞാൽ ഞാനിവിടെ ഒരുപക്ഷെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടേക്കാം, അനഭിമതനായിത്തീരാം. അതുകൊണ്ട് എളുപ്പ വഴി എന്നത് ഈ കൂട്ടത്തോട് പൊരുത്തപ്പെടുക എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളൊരുപക്ഷെ നിങ്ങളുടെ കോളേജുകളിൽ പഠിക്കുമ്പോൾ, നിങ്ങൾ വിവിധ ഇടങ്ങളിൽ തൊഴിലിടങ്ങളിലായിരിക്കുമ്പോൾ, നിങ്ങൾ ജീവിതത്തിൻ്റെ വ്യത്യസ്ത അനുഭവങ്ങളിലായിരിക്കുമ്പോൾ, ആരൊക്കെയോ വിരൽ ചൂട്ടിൻ്റെയും നിങ്ങളോട് പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, നീയും അവൻ്റെ കൂട്ടത്തിലുള്ള ആളല്ലേ? ആ സമയങ്ങളിൽ സൗകര്യാർത്ഥം നമ്മുടെ സർവൈവൽ മോഡ് പ്രവർത്തിക്കും. നമ്മളെ ചിലപ്പോൾ ഒരു ഇൻകൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ആ ഉത്തരം കൊണ്ടുചെന്ന് ഒരു പക്ഷെ നിർത്തും. അപ്പോൾ നമ്മൾ പറയും, എനിക്കറിയില്ല എനിക്കവനെ അറിയില്ല. ഈ ലോകത്തിൻ്റെ പാർട്ട്ണർഷിപ്പുകളോട് ഇഴുകിച്ചേരാനുള്ള ഒരു അഭിനിവേശമാണ് നമ്മളവിടെ കാണുന്നത്. നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ചില തിന്മകളുടെ ചൂടേറ്റ് അതിനോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും അവൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾ എന്ന് വിളിച്ചു പറയുകയാണ് എങ്കിൽ ജീവിതത്തിൻ്റെ എല്ലാ കൂട്ടങ്ങളോടും നിങ്ങൾക്കൊരിക്കലും പൊരുത്തപ്പെടാനാകില്ല. എല്ലാ ഐഡിയോളജീസിനോടും നിങ്ങൾക്ക് ഒരുപക്ഷെ പൊരുത്തപ്പെടാനാകില്ല. ചിലയിടങ്ങളിൽ നിങ്ങൾ വേറിട്ട് നിൽക്കേണ്ടി വരും. ഇവിടെ പത്രോസിനത് കഴിഞ്ഞില്ല. പത്രോസിൻ്റെ ഈ സർവൈവൽ മോഡ് പ്രവർത്തിച്ചതുകൊണ്ട് താൻ ഇവിടെ ക്രിസ്തുവുമായുള്ള ബന്ധം തൻ്റെ അതിജീവനത്തിനു വേണ്ടി മാറ്റി നിർത്തുന്നതായിട്ട് നമ്മൾ കാണുകയാണ്.
വേദപുസ്തകത്തിലും ചരിത്രത്തിലും നിന്നും എത്രയോ ഉദാഹരണങ്ങളാണ് ഞങ്ങൾ അവൻ്റെ കൂട്ടത്തിലുള്ളവരാണെന്ന് വിളിച്ചു പറഞ്ഞവരുടെ ഉദാഹരണങ്ങളുള്ളത്. ഡയട്രിക് ബോൺഹോഫർ എന്ന ദൈവശാസ്ത്രജ്ഞൻ ഞാനും അവൻ്റെ കൂടെ ഉള്ളതാണെന്ന് വിളിച്ചു പറഞ്ഞതിൻ്റെ ഫലമായി തൻ്റെ 39ാമത്തെ വയസ്സിൽ കഴുമരത്തിലേറ്റപ്പെടുകയാണ്, നാസി ഭരണകൂടത്തിനെതിരെ നീതിബോധം കൊണ്ട് പ്രതികരിച്ചതുകൊണ്ട്. സാൽവഡോറിൽ പട്ടാള ഭരണത്തിൻ്റെ കിരാതമായ അനുഭവങ്ങൾക്കെതിരെ പോരാടി അൾത്താരയിൽ വെടിയേറ്റ് വീണ ഓസ്കാർ റൊമീറോ, വിവേചനത്തിനെതിരെ ശക്തിയായി പോരാടി വെടിയേറ്റ് വീണ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ, എല്ലാവരും വിളിച്ചു പറഞ്ഞത് ഞാനും കൂടെയുണ്ട് എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങളിൽ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ, ഞാനും അവൻ്റെ കൂടെയുണ്ട്? അതോ മാറി തീകാഞ്ഞ് നിങ്ങളവിടെ ആയിരിക്കുമോ? അങ്ങനെ തീകാഞ്ഞതാണ് പത്രോസിനെ തിബിരിയാസിൻ്റെ കടൽക്കരയിൽ കൊണ്ടുചെന്നെത്തിച്ചത്. നാലാമതായിട്ട് പത്രോസ് എന്തുകൊണ്ട് തിബിരിയാസിൻ്റെ കടൽക്കരയിൽ വന്നുപോയി എന്നതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ജീവിതത്തിൻ്റെ വലിയ നിയോഗങ്ങളെക്കാൾ ചെറിയ നിയോഗങ്ങളാണ് സൗകര്യപ്രദമെന്ന് ചിന്തിച്ചതാണ്. ജീവിതത്തിൻ്റെ വലിയ നിയോഗങ്ങളെക്കാൾ ജീവിതത്തിൻ്റെ ചെറിയ ചില നിയോഗങ്ങൾ സൗകര്യപ്രദമായിരിക്കും എന്ന് തെറ്റിദ്ധരിച്ചതാണ് അതിന് കാരണം. You waited, tired and decided to quit. കാത്തിരുന്നു, ക്ഷീണിച്ചു, എന്നിട്ട് താൻ ക്വിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. കർത്താവ് പത്രോസിന് വലിയ നിയോഗങ്ങളാണ് ഏൽപ്പിച്ചത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 10 കർത്താവ് പറഞ്ഞു, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. എന്നാൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം താൻ ഇപ്പോൾ മീൻ പിടിക്കുന്ന ജീവിതത്തിൻ്റെ ചെറിയ ചെറിയ നിയോഗങ്ങളിലേക്ക് വഴുതിപ്പോയിരിക്കുകയാണ്. കർത്താവിൻ്റെ മരണശേഷം ഇനി കാത്തിരിക്കുന്നത് അർത്ഥമുള്ള കാര്യമല്ല എന്ന് പത്രോസ് ചിന്തിക്കുകയാണ്. വെയിറ്റഡ്, ടയേർഡ് ആൻഡ് ഡിസൈഡഡ് ടു ക്വിറ്റ്. ഗുരു ഇനി ഒരുപക്ഷെ തൻ്റെ അരികിൽ ഇനി വരില്ല. ജീവിതത്തിൻ്റെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി എളുപ്പം എന്ന് പറയുന്നത് മീൻപിടുത്തത്തിലേക്ക് മടങ്ങിപ്പോകുക എന്നത് തന്നെയാണ്. പലപ്പോഴും ജീവിതത്തിൽ വെല്ലുവിളികൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലങ്ങളൊക്കെ ആഞ്ഞടിക്കുമ്പോൾ നമ്മളും പലപ്പോഴും പത്രോസിനെ പോലെ ചിന്തിക്കും, മടങ്ങിപ്പോകുന്നതാണ് ഉചിതം. എന്നെ ഏൽപ്പിച്ച വലിയ നിയോഗങ്ങളെക്കാളും നല്ലത് സൗകര്യാർത്ഥം കണ്ടെത്താൻ കഴിയുന്ന ചെറിയ നിയോഗങ്ങളാണ്. ആ മിഥ്യാബോധമാണ് പത്രോസിനെ തിബിരിയാസിൻ്റെ കടൽക്കരയിൽ കൊണ്ടുചെന്ന് നിർത്തിയത്. പത്രോസ് ദൈവം നൽകിയ പുതുമകളുടെ വലിയ നിയോഗത്തെ ജീവിതത്തിൽ മറന്നുകളയുകയാണ്. എന്നിട്ട് പഴമയുടെ നിയോഗങ്ങൾ ഏറ്റെടുക്കുകയാണ്. ക്രിയേറ്റീവായിരിക്കാനാണ് ദൈവം വിളിച്ചത്. വെല്ലുവിളികൾ ഏറ്റെടുക്കാനാണ് പത്രോസിനെ ദൈവം വിളിച്ചത്. ബട്ട് ഹിസ് ഡിസയർ ഫോർ അഡ്വഞ്ചർ വാസ് ഗോൺ. എന്നിട്ട് ആൾക്കൂട്ടങ്ങളെ വിട്ടുകളഞ്ഞിട്ട് ഹി ജസ്റ്റ് സിംപ്ലി വാണ്ടഡ് ദ ഫെമിലിയർ. ജീവിതത്തിൽ തനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന, തൻ്റെ തന്നെ രീതികൾക്ക് ഇണങ്ങുന്ന ജീവിതത്തിൻ്റെ പഴമകളിലേക്ക് താൻ മടങ്ങിപ്പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ജീവിതത്തിൻ്റെ പഴമയിലേക്കും ക്രിയാത്മകമായ ബോധം നഷ്ടപ്പെട്ട അനുഭവത്തിലും മടങ്ങിയെത്തിയ പത്രോസിനോടാണ് കർത്താവ് ചോദിക്കുന്നത്, നീ ഇവരിലധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ പത്രോസെ? പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇത് ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ സംഭവിക്കാറില്ലേ? ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷകളെ നഷ്ടപ്പെടുത്തി കളയുക, വെല്ലുവിളികളെ സ്വീകരിക്കാൻ, ക്രിയേറ്റീവായിരിക്കാൻ, പുതുമകൾ കണ്ടെത്താൻ ദൈവം പലപ്പോഴും നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പത്രോസിനെ പോലെ ചിന്തിക്കും, പരിചിതമായ ഇടങ്ങളാണ് കുറച്ചുകൂടി സൗകര്യപ്രദം, എൻ്റെ ഫെമിലാരിറ്റികളിലേക്ക് ഞാൻ മടങ്ങിപ്പോകാം. അങ്ങനെ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് എന്നതാണ്. അങ്ങനെ നമ്മുടെ
ചുരുങ്ങിയ നമ്മുടെ കംഫർട്ട് സോണുകളിലേക്ക് നാം പലപ്പോഴും ചുരുങ്ങിക്കൂടാറുണ്ട് എന്നതിൽ സംശയമില്ല. യഹൂദി മെഹ്നിൻ എന്ന് പറയുന്ന ഒരു വയലിനിസ്റ്റിനെ കുറിച്ച് ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം പറഞ്ഞ വാക്കുകളുണ്ട്. ഞാൻ ഒരുപക്ഷെ ഒരു മാസം പരിശീലനം നടത്താതിരുന്നാൽ, പ്രാക്ടീസ് ചെയ്യാതിരുന്നാൽ അത് ഒരുപക്ഷെ എൻ്റെ ആരാധകർക്കത് മനസ്സിലായേക്കും. ഞാൻ ഒരാഴ്ച പരിശീലനം നടത്താതിരുന്നാൽ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവർക്ക് അതൊരു പക്ഷേ മനസ്സിലായേക്കും. ഞാൻ ഒരു ദിവസം പരിശീലനം നടത്താതിരുന്നാൽ അത് ദൈവത്തോടുള്ള എൻ്റെ കമ്മിറ്റ്മെൻറ്റിനോട് ഞാൻ കാണിക്കുന്ന വലിയ തിന്മയാണത്. ആൾക്കാർക്ക് മനസ്സിലാകും എന്നുള്ളതല്ല, കൂടെയുള്ളവർക്ക് അത് മനസ്സിലാകും എന്നുള്ളതല്ല, എന്നാൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന, എനിക്ക് താലന്തുകൾ നൽകിയിരിക്കുന്ന ദൈവത്തോട് ഞാൻ കാണിക്കുന്ന ഒരു അവിശ്വസ്തതയാണത്. ഒരു ദിവസം ഞാൻ പരിശീലിച്ചില്ല എന്നുണ്ടെങ്കിൽ. ഈ ഉത്തരവാദിത്വ ബോധം നമുക്കുണ്ടോ പ്രിയ യുവജനങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ? ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് വലിയ ഉത്തരവാദിത്വങ്ങളാണ് എന്ന ബോധ്യമുണ്ടോ നമുക്ക്? അതോ നമ്മുടെ പരിചിതമായ ഇടങ്ങളിലേക്ക് ഇത്രയൊക്കെ മതി, ഇങ്ങനെയൊക്കെ കഴിയൂ എന്നുള്ള ഇടങ്ങളിലേക്ക് നമ്മൾ മടങ്ങിപ്പോവുകയാണോ? പത്രോസ് അങ്ങനെ ഒരു ഇടത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ഒടുവിലായിട്ട്, അഞ്ചാമതായിട്ട്, പത്രോസ് എന്തുകൊണ്ട് ഈ തിബിരിയാസിൻ്റെ കടൽക്കരയിൽ എത്തിയെന്ന് ചോദിച്ചാൽ, തൻ്റെ സ്വന്തം കഴിവിലും പ്രവൃത്തി പരിചയത്തിലുമുള്ള തൻ്റെ ആത്മവിശ്വാസമാണ്. സ്വന്തം കഴിവിലും സ്വന്തം പ്രവൃത്തി പരിചയത്തിലുമുള്ള ആത്മവിശ്വാസമാണ്. കൂട്ടത്തിൽ മുതിർന്നൊരാൾ എല്ലാവരും കൂടിയിരുന്നപ്പോൾ പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. പത്രോസ് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരും പറയുകയാണ്, ഞങ്ങളും കൂടെ പോരുകയാണ്. അത് അയാളുടെ സത്യത്തിൽ വ്യക്തിപരമായൊരു തീരുമാനമാണ്, മീൻ പിടിക്കാൻ തിരിച്ച് മടങ്ങിപ്പോകുക എന്നുള്ളത്. എന്നാൽ തൻ്റെ വ്യക്തിപരമായ തീരുമാനം തൻ്റെ കൂടെയുള്ള ഒരു കൂട്ടം മനുഷ്യരെ കൂടെ പുറകിലേക്ക് വലിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ചിന്തിക്കുന്ന ഒരു കാര്യമെന്നത്, ഞാനൊന്ന് പുറകിലേക്ക് പോയാൽ എന്താണ് കുഴപ്പം എന്നുള്ളതാണ്. ഞാനൊന്ന് പള്ളിയിൽ നിന്ന് പുറകിലേക്ക് പോയാൽ, എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് പുറകിലേക്ക് പോയാൽ എന്താണ് കുഴപ്പം? എന്നാൽ നാം ഒരാൾ പുറകിലേക്ക് പോകുമ്പോൾ നമ്മളുടെ കൂടെയുള്ള മനുഷ്യരെ കൂടി നമ്മൾ പുറകിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു എന്നതാണ് ഇവിടെ പത്രോസിൻ്റെ ജീവിതാനുഭവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പുറകിലേക്ക് പോയ, തൻ്റെ കഴിവിലും തൻ്റെ പ്രവൃത്തി പരിചയത്തിലും ആശ്രയം കണ്ടെത്തിക്കൊണ്ട് പുറകിലേക്ക് പോയ പത്രോസിനോടാണ് കർത്താവ് ചോദിക്കുന്നത്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. തൻ്റെ കഴിവിലുള്ള ആഴമായ വിശ്വാസം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു ദിവസം എത്ര പ്രാവശ്യം പറയും, ഞാൻ ശരിയാക്കും. Yes, there is a crisis, but I will manage it. കടൽ അറിയാകുന്നവൻ, തിരകൾ നന്നായി ഒരുപക്ഷെ മനസ്സിലാക്കുന്നവൻ, ഫെമിലിയർ ജോബ്, ഫെമിലിയർ പ്ലേസ്. Yes, there is a crisis, but I will manage it. അങ്ങനെ പറഞ്ഞാണ് പത്രോസ് പോയത്. എന്നാൽ കർത്താവ് ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ നിങ്ങളുടെ കൈകളിൽ വല്ലതുമുണ്ടോ? എന്നെ കൂടാതെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ട്, എന്നെ കൂടാതെ എല്ലാം മാനേജ് ചെയ്യാം എന്ന് ശ്രമിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. Allow God to intervene into your area of expertise. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എക്സ്പെർട്ടായിട്ടുള്ള മേഖലകളിലേക്ക് ദൈവത്തെ ക്ഷണിക്കുക. ഒരുപക്ഷെ നമ്മളും ജീവിതത്തിൽ ഇത്തരത്തിൽ മറുപടി പറയാൻ സാധ്യതയുണ്ട്. ഇതൊരു ക്രൈസിസ് ആണ്, ബട്ട് ഐ വിൽ മാനേജ് ഇറ്റ് എന്ന് നമ്മൾ പറയാൻ സാധ്യതയുണ്ട്.
എൻ്റെ ജോലിയിടത്തിലൊരു പ്രശ്നമുണ്ട്, പക്ഷെ ഞാൻ മാനേജ് ചെയ്യും എന്ന് പറയാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ അത്തരം ഇടങ്ങളിൽ ദൈവത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക. കർത്താവേ, എനിക്ക് അതിന് കഴിയുന്നില്ല, ഈ ക്രൈസിസിനെ പരിഹരിക്കാൻ എനിക്കാകുന്നില്ല, നീ തന്നെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് പറയുക. നിങ്ങളെത്ര പ്രാവീണ്യമുള്ള ആളുമായിക്കൊള്ളട്ടെ, എത്ര നന്നായി വിദ്യാഭ്യാസം നിർവഹിക്കുന്ന ഒരാളുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ പഠന മേഖലകളിൽ, ജീവിത സാഹചര്യങ്ങളിൽ ഈ കർത്താവിനെ ക്ഷണിക്കുക. Allow God to intervene into your area of expertise. പത്രോസ് ഞാൻ മാനേജ് ചെയ്യും എന്ന് പറഞ്ഞു പോയി. വിഷണനായി, വിരൂപനായി താൻ നിൽക്കുകയാണ്. സ്വന്തം കഴിവിലും പ്രവൃത്തി പരിചയത്തിലുമുള്ള ആശ്രയമാണ് തന്നെ അവിടെ കൊണ്ടുചെന്നെത്തിച്ചത്. എന്നാൽ നാം അറിയുന്നത് പോലെ പത്രോസിനെ ദൈവം ശക്തിപ്പെടുത്തി, തന്നെ വീണ്ടും സന്ധിച്ച് തന്നെ ബലപ്പെടുത്തി. തൻ്റെ ഒറ്റ പ്രസംഗത്തിൽ തുടർന്ന് 3000 പേർ മാനസാന്തരപ്പെട്ടു. തൻ്റെ നിഴൽ പോലും ദൈവസ്നേഹത്താൽ കുത്തി നിറയ്ക്കപ്പെട്ടു. തൻ്റെ നിഴൽ തട്ടിയവർ പോലും സൗഖ്യമായി. ഒരു പുതുക്കം, ഒരു പുതുമ, ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവം തൻ്റെ ജീവിതത്തിൽ സാധ്യമാകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ തിരുവചനം ശ്രവിച്ച നമുക്ക് ശാന്തമായി നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. നമ്മൾ ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ ഇതുപോലെ തിബിരിയാസിൻ്റെ കടൽക്കരകളിലായി പോകാറുണ്ടോ? അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ ആയിരിക്കുന്ന, ജീവിതത്തിൽ അർത്ഥശൂന്യമാണ് ഇനി മുന്നോട്ട് ജീവിക്കുന്നതെന്ന ചിന്താഗതിയിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ ഈ തിരുവചനം ഇന്ന് ശ്രവിക്കുന്നുണ്ടോ? 5 കൊച്ചു കാര്യങ്ങളാണ് പത്രോസിനെ ആ ഇടത്തിൽ കൊണ്ടുചെന്നെത്തിച്ചതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രവിച്ചത്. ഒന്നാമതായിട്ട്, ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന ഇടത്തിൽ താൻ ഒത്തിരി ആത്മപ്രശംസ നടത്തി. 2, ജീവിതത്തിൻ്റെ ആത്മപ്രശംസകളിൽ പ്രാർത്ഥനയില്ലാത്തവനായി താൻ മാറി. 3, തൻ്റെ താൽക്കാലികമായ അതിജീവനത്തിന് ക്രിസ്തുവുമായുള്ള ബന്ധം താൻ ജീവിതത്തിൽ വേർപെടുത്തി. 4, ജീവിതത്തിൻ്റെ ചെറിയ നിയോഗങ്ങളെക്കാളും, ജീവിതത്തിൻ്റെ വലിയ നിയോഗങ്ങളെക്കാളും ജീവിതത്തിൻ്റെ ചെറിയ നിയോഗങ്ങളാണ് സൗകര്യപ്രദം എന്ന് തെറ്റായി ചിന്തിച്ചു. 5, സ്വന്തം കഴിവിലും പ്രവൃത്തി പരിചയത്തിലുമുള്ള തൻ്റെ ആത്മവിശ്വാസം, അതാണ് തന്നെ തിബിരിയാസിൻ്റെ കടൽക്കരയിൽ അർത്ഥശൂന്യമായ ജീവിതാനുഭവത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ഇത്തരം പരാജയങ്ങളുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തി പരിഹരിക്കാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി യുവജന പ്രസ്ഥാനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, വചന കേൾവിക്ക് അവിടുന്ന് ഞങ്ങൾക്കായി ഒരുക്കി തന്ന അനുഗ്രഹീതമായ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ വീഴ്ചകളെക്കുറിച്ച് ധ്യാനിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് അവസരം നൽകിയല്ലോ. തിബിരിയാസിൻ്റെ കടൽക്കരയിൽ പത്രോസ് വന്നു നിൽക്കേണ്ടി വന്നതിനെക്കുറിച്ച് അടിയങ്ങൾ ധ്യാനിച്ചുവല്ലോ. ഞങ്ങളുടെയും ജീവിതത്തിൽ പലപ്പോഴും നാഥ, ഏറെ ആഴമായി ശ്രദ്ധിക്കേണ്ടുന്ന ഇടങ്ങളിൽ, ധ്യാനിക്കേണ്ടുന്ന ഇടങ്ങളിൽ ആത്മപ്രശംസകൾ ഞങ്ങൾ ജീവിതത്തിൽ നടത്താറുണ്ട്. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ലായ്മ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും അതിജീവനങ്ങൾക്കും താൽക്കാലികമായ നേട്ടത്തിനും അങ്ങയോടുള്ള ബന്ധത്തെ വിച്ഛേദിക്കുവാൻ പലപ്പോഴും സമ്മർദ്ദങ്ങളിൽ ഞങ്ങൾ ചെന്നുപെടാറുണ്ട്. വലിയ നിയോഗങ്ങളെ മറന്ന് ലോകം നൽകുന്ന ചെറിയ നിയോഗങ്ങൾ ഏറ്റെടുക്കാൻ ഞങ്ങൾ വെമ്പൽ കാണിക്കാറുണ്ട്. പലപ്പോഴും ഞങ്ങളുടെ കഴിവിലും പ്രവൃത്തി പരിചയത്തിലും ആശ്രയം കണ്ടെത്തി ഞങ്ങൾ ഞങ്ങളുടേതായ വഴികളിൽ യാത്ര ചെയ്യാറുണ്ട്. എന്നാൽ ആത്യന്തികമായി ഇവയെല്ലാം ഫലരഹിതമാണെന്നും ഞങ്ങളുടെ ജീവിതങ്ങളെ ശൂന്യമാക്കുമെന്നും
ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അർത്ഥം ചോർത്തിക്കളയുന്നതാണെന്നും അവിടുന്ന് ഞങ്ങളെ വചനത്തിലൂടെ കേൾപ്പിച്ചതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. വചന കേൾവി ഞങ്ങൾക്ക് ആത്മപരിശോധനയ്ക്കിടയാക്കി തീർക്കുകയും കർത്താവെ, എവിടെയാണോ ഞങ്ങൾ വീണിരിക്കുന്നത്, എവിടെയാണോ ഞങ്ങളുടെ ജീവിതത്തിൽ പിൻചെന്ന് പോയത് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞ് ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങി വരാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യുവജന പ്രസ്ഥാനത്തെ ഓർക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ. യുവജനങ്ങൾക്കെല്ലാം ഏറ്റവും അനുഗ്രഹീതമായ ഭാവി ജീവിതങ്ങൾ, നന്മകൾ അവിടുന്ന് ഒരുക്കി നൽകണമേ. സഭയിലൂടെ നിർവഹിക്കുന്ന ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ. ഇവിടെ ശുശ്രൂഷ അർപ്പിക്കുന്ന അരുണച്ചനായി കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ആശീർവദിക്കണമേ. ഇടവക കമ്മിറ്റിയെ ദൈവം അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് പ്രതികൂലമായ ഒരു കാലത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ആരാധനകളും വചന കേൾവിയുമെല്ലാം ഞങ്ങൾക്ക് ആത്മവിശ്വാസം പ്രദാനം ചെയ്യുവാൻ അവിടുന്ന് സഹായിക്കണം. വചനം കേട്ട് ഞങ്ങളെ തന്നെ ചതിക്കുന്നവരായിട്ടല്ല, അത് ചെയ്യുന്നവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ദൈവത്തോട് കേൾക്കണമേ. ആമേൻ. കർത്താവിൻ്റെ ആശീർവാദം കൈക്കൊള്ളുവിൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മശിഹായുടെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ അനശ്വര സ്നേഹവും നിരന്തരം നമ്മെ ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നടത്തിപ്പും കൂട്ടായ്മയും നാം ഏവരോടും നമ്മുടെ ആത്മീക ജീവിതങ്ങളോടും ഇന്നും എപ്പോഴും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഓക്കെ.